എല്ലാവർക്കും നമസ്കാരം. ഞാനും മോളും കൂടെ കഴിഞ്ഞ ശനിയാഴ്ച ചെങ്ങന്നൂർ കുടുംബശ്രീയുടെ സരസ്മേള കാണാൻ പോയായിരുന്നു. ശനിയാഴ്ചയായതുകൊണ്ട് അന്ന് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഇത് വൈകുന്നേരമാണ് അവിടെ പരിപാടികളൊക്കെ കൂടുതൽ നടക്കുന്നത്. അന്നേരമാണ് ആൾക്കാരൊക്കെ വരുന്നത്. രാവിലെ ഈ വെയിലും കൊണ്ടൊന്നും ആരും പരിപാടി കാണാൻ അങ്ങനെ വരാറില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ലതായിട്ടെല്ലാം കാണാനൊക്കെ പറ്റി. പക്ഷേ ഫ്ലവർ ഷോ ഒക്കെ 5 മണിക്ക് ശേഷമുള്ളതെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ടേ നമുക്ക് ചെടിയൊക്കെ എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ പറ്റത്തുള്ളായിരുന്നു. അതുകൊണ്ട് ഞാനും മോളും കൂടെ കുറേ ഇതിലൊക്കെ കറങ്ങി നടന്നിട്ട് പിന്നെ 30 രൂപയുടെ ടോക്കൺ എടുത്തിട്ട് ഫ്ലവർ ഷോയുടെ അത് കാണാൻ വേണ്ടി കയറി. വലിയ തിരക്കില്ലാഞ്ഞുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു. നമ്മുടെ ഇഷ്ടത്തിന് അതിലെല്ലാം ഓടി നടക്കാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് ചെടികളുടെയൊക്കെ പൂക്കളുടെയും ഭംഗിയൊക്കെ ആസ്വദിക്കാനും ഇതിനെയൊക്കെ അടുത്ത് കാണാൻ പറ്റിയത് ഒരുപാട് സന്തോഷം തോന്നി. മോൾ എന്നെക്കാട്ടിൽ മുമ്പ് ഓടി നടന്ന് അവൾ ഒരു ലവ് ചിഹ്നത്തിൻ്റെ രീതിയിൽ എന്തോ ഫ്ലവറോ ഏതാണ്ട് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. അത് നോക്കി അതിൻ്റെ പുറകെ പോയിട്ടുണ്ട്. ഞാൻ പിന്നെ ചുമ്മാതെ നേരം പോകണ്ടേന്ന് കരുതി ഓരോ സൈഡും വീഡിയൊക്കെ പിടിച്ച് ഇങ്ങനെ നടക്കുകയായിരുന്നു. അവിടെ ചെടി കൊണ്ട് ഒരു വള്ളത്തിൻ്റെ ഡിസൈനിൽ ഫ്ലവർ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുമ്പിൽ നിന്നപ്പോൾ മോൾ എന്നോട് പറഞ്ഞു, അമ്മ എൻ്റെ ഒരു വീഡിയോയോ അല്ലെ ഫോട്ടോ എടുക്കാനും പറഞ്ഞു. ഞാൻ വീഡിയോ പിടിക്കാനും ഫോട്ടോ എടുക്കാനും അവിടെ മുമ്പിലോട്ട് പോയപ്പോൾ അവൾ എന്നെക്കാളും സ്പീഡിൽ തിരിഞ്ഞോടി. പിന്നെ ഞാൻ ആ വള്ളത്തിന് ചുറ്റും നടന്നൊന്ന് വീഡിയോ പിടിച്ചേക്കാമെന്ന് കരുതി. അത് വള്ളമായിരുന്നു. അതിൻ്റെ അകത്ത് ചെടികളൊക്കെ പിടിപ്പിച്ചിട്ടെന്നേ ഉള്ളായിരുന്നു. ഞാൻ ഓർത്ത് വള്ളത്തിൻ്റെ രീതിയിൽ എന്തോ ചെടിയൊക്കെ പിടിപ്പിച്ചായിരിക്കുന്ന കരുതിയത്. പിന്നെ അവൾ എന്നെ വിട്ടിട്ട് വേറെ വഴി പോയി, ഞാൻ അവളെ ഇട്ടിട്ടും വേറൊരു വഴി. ലാസ്റ്റ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ ലവ് ഉള്ള ചെടിയുടെ അപ്പുറം ഇപ്പുറം തമ്മിൽ കണ്ടുമുട്ടുന്നതാണ് അടുത്ത നിങ്ങൾ കാണാൻ പോകുന്നത്. അവിടെ വെച്ച് അവിടെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പുറത്തെ സൈഡിൽ കൂടെ കറങ്ങി വരുന്നത്. അപ്പോൾ അവൾ അപ്പുറത്തെ സൈഡിലോട്ട് ഓടിപ്പോയി. അതിൻ്റെ ഇടയ്ക്ക് നിന്നിട്ട് അമ്മ ഫോട്ടോ എടുത്താൽ മതിയെന്നും പറഞ്ഞാണ്. അതാണ് അവൾ ആ ഇടയ്ക്ക് നിന്ന് അമ്മയെ ഒരു ഫോട്ടോ എടുക്കുന്നൊക്കെ പറയുന്നത്. ആ ജോക്കർ പോലെ അതിൻ്റെ പ്രതിമ കണ്ടപ്പം പറഞ്ഞു, അമ്മ എന്നെ ഈ സൈഡിൽ നിന്ന് ഫോട്ടോ എടുക്കാമെന്ന്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്താണ് ഇതുവരെ വീഡിയോ പിടിച്ച് നടന്നത് എന്നെ എല്ലാവരും ഒന്ന് കണ്ടോട്ടെ എന്ന് കരുതിയാണ് ഒരു 5 മിനിറ്റത്തേക്ക് ഞാൻ എൻ്റെ മുഖം കാണിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ വീഡിയോ ആയിട്ട് വരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ മോൾ എന്നോട് പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് അമ്മേ, അടുത്തത് പെറ്റ് ഷോ കാണാൻ പോകാം, ഐസ്ക്രീം മേടിക്കണമെന്നോ ഏതാണ്ടൊക്കെ പറഞ്ഞു. പിന്നെ അവളൊരു ഊഞ്ഞാൽ തൊട്ടിൽ പോലത്തെ ഇത് കണ്ട് പക്ഷേ അത് നമുക്ക് ഇരിക്കാൻ ഒന്നും പറ്റത്തില്ല. അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനേ പറ്റത്തുള്ളൂ. അവിടെ നിന്ന് എന്തൊക്കെയോ അവൾ ആക്ഷൻ കാണിച്ചു. പിന്നെ ഞങ്ങൾ എന്നാൽ പെറ്റ് ഷോ കാണാൻ വേണ്ടി അങ്ങോട്ട് കയറാമെന്ന് കരുതി. അന്നേരം അതിന് ടോക്കൺ എടുക്കണോ ഇല്ലയോ എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. എന്നാൽ അത് ഞങ്ങൾ സെക്യൂരിറ്റിയോട് ഒന്നുകൂടെ ചോദിക്കാൻ വേണ്ടിയാണ് പുറത്തോട്ട് പോകാൻ വേണ്ടി പോയത്. അപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞു വേണ്ട, ആ ഒരു ടോക്കൺ മതിയെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളുടെ കയ്യിലുള്ള ഫ്ലവർ ഷോയുടെ ആ ടോക്കൺ വെച്ചിട്ടാണ് ഞങ്ങൾ പെറ്റ് ഷോ കയറാൻ വേണ്ടി അങ്ങോട്ട് അകത്തോട്ട് പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഒന്നും കൂടെ അതിലെ കാണുന്ന ചെടിയുടെയൊക്കെ ഫോട്ടോ ഒക്കെ ഒന്ന് എടുക്കാമെന്ന് കരുതി. ഇതൊക്കെയാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം സരസ്മേളയ്ക്ക് പോയപ്പോൾ നടന്ന സംഭവങ്ങൾ. ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അതെല്ലാം കൂടെ നിങ്ങളോട് പറഞ്ഞാൽ ശരിയാക്കുന്നില്ല. ചിലതൊക്കെ നിങ്ങളോട് പറയാമെന്ന് കരുതി. അടുത്ത അനുഭവങ്ങളൊക്കെ വളരെ വളരെ നല്ലതായിരുന്നു. ഒരു വെയിലത്ത് വെയിൽ കൊണ്ട് നടന്നതാണ് ഏറ്റവും വലിയ അനുഭവം. പിന്നെ നടക്കാനും എനിക്കും ഒക്കെ ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ട് ഞങ്ങൾ കൂടെ ആരെയും കൂട്ടത്തില്ല. കാരണം ഞങ്ങളിങ്ങനെ വെയിലും കൊണ്ട് കഥയൊക്കെ പറഞ്ഞ് നടക്കുന്നത് പോലെ കൂടെയുള്ളവർ ഞങ്ങളോട് നടക്കത്തില്ലെന്നറിയാം. അതുകൊണ്ട് ഞാനും മോളും എവിടെ പോയാലും ഞങ്ങൾക്ക് 2 പേർക്കും തന്നെ പോകുന്നതാണ് ഏറ്റവും ഇഷ്ടം. അവൾക്ക് ഞാൻ ദിവസം 6 മണിക്കൂർ രാവിലെയും വൈകിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കൊണ്ട് എനിക്കും മോൾക്കും ഒരുപാട് ഇഷ്ടമാണ് നടന്നു പോകാൻ. അപ്പം ഞങ്ങൾ ഒരുപാട് കഥകളൊക്കെ പറഞ്ഞു പോകുന്നതുകൊണ്ട് അവൾക്ക് ആ നടപ്പിൻ്റെ ബുദ്ധിമുട്ടൊന്നും മനസ്സിലാകത്തില്ല. അതുകൊണ്ട് എൻ്റെ കൂടെ എൻ്റെ മോൾ എപ്പോഴും നടന്നു വരും എന്നുള്ള അവളെ പരാതിയൊന്നും പറയാറില്ല. എൻ്റെ അമ്മ എനിക്ക് കാല് വേദനിക്കുന്നു, അല്ലെ വാ അമ്മ നമുക്ക് ഓട്ടോയ്ക്ക് പോകുന്നൊന്നും ഇതുവരെ പരാതി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവളെ കൊണ്ട് എവിടെ പോകാനും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്.